എറണാകുളം കീഹോൾ ക്ലിനിക്കിലെയും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെയും സീനിയർ ജനറൽ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ മധുകർ പയ്യാണ്. നമുക്ക് ഈ ജീവിതചര്യകൾ ഹാബിറ്റ്സ്, ടോയ്ലറ്റ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഈ അസുഖങ്ങളെ എല്ലാം സംബന്ധിച്ചിട്ട് ടോയ്ലറ്റ് ഹാബിറ്റ്സിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം വരുന്നത് മോഷൻ പോകാൻ തോന്നുമ്പോൾ ബാത്റൂമിലേക്ക് പോവുക. മോഷൻ പോകാൻ തോന്നാത്തപ്പോൾ പോകണ്ട. ചിലവർക്ക് മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചാൽ ബാത്റൂമിൽ പോകണം, പല്ല് തേക്കണം, ബാത്റൂമിൽ പോകണം, കുളിക്കണം, എന്നിട്ട് കഴിച്ചിട്ട് ജോലിക്ക് പോകണം. ആ ചര്യയായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പിടിക്കും. കാരണം കൊച്ചിലെ തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോകരുത്. പക്ഷെ പലപ്പോഴും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് കുടലിന് മൊത്തം അനക്കം വരുന്നത്. ആ അനക്കം വരുമ്പോഴായിരിക്കും പലപ്പോഴും മോഷൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ എണീച്ചിട്ട് ഒന്ന് ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേ ബാത്റൂമിൽ പോകാൻ തോന്നത്തുള്ളൂ. ചിലപ്പോൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി പോകേണ്ടി വരും. കാരണം ആദ്യം പോയപ്പോൾ ഫുള്ളായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മോഷൻ പോയാലേ ശുദ്ധിയാവത്തുള്ളൂ എന്ന് നമ്മളൊരു തെറ്റിദ്ധാരണയോടെ നമ്മൾ ബാത്റൂമിൽ പോയി ഇരുന്നിട്ട് ആ ഇരുന്ന ഇരിപ്പിൽ മൊത്തം മോഷൻ കളയണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. മോഷൻ പോവാൻ തോന്നുമ്പോൾ പോവുക. ഇന്ന് രാവിലെ നിങ്ങൾക്ക് മോഷൻ പോവാൻ തോന്നിയില്ല, നിങ്ങൾ ഓഫീസിൽ ചെന്നോളൂ. ചിലപ്പോൾ 2 മണി 3 മണിയാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുമ്പോൾ പോകണം നമ്മൾ. അല്ലാതെ മോഷൻ പോവാൻ തോന്നുമ്പോഴും നമ്മൾ വളരെ അധികം നേരം പിടിച്ചു നിർത്തരുത്. അപ്പോൾ തോന്നാത്ത സമയത്ത് നമ്മൾ പോകുകയും തോന്നുമ്പോൾ നമ്മൾ ബാത്റൂമിൽ പോവാതിരിക്കുകയും, ഇത് രണ്ടും ചില ഹാബിറ്റിന്റെ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം. വേറെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും ഈ രാവിലെ ഇത് പോയി തീരാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ബലം കൊടുക്കും, നല്ല പോലെ മുക്കും എന്ന് പറയും. പക്ഷെ ഇത് മുക്കുമ്പോൾ പ്രൊലാപ്സ് വരും. ആ മലദ്വാര അവിടുത്തെ ആ തൊലി മൊത്തം കൂടി പുറത്തിറങ്ങി വരും. ഇവിടെ ഒരു റോസാപ്പൂ പോലെ ഇത് മൊത്തം ഇറങ്ങി വരുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ പോവാതിരിക്കാനായിട്ട് നമ്മൾ അത്രയും സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു, ഓരോ പ്രാവശ്യം താങ്കൾ പോകുമ്പോഴും ശകലിച്ച മോഷൻ പോകുന്നുണ്ടെന്ന്. അതിൻ്റെ കൂടെ താങ്കൾ വളരെയധികം ആ ഭാഗം ക്ലീൻ ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കേട്ടതിലുള്ള തെറ്റാണോ എന്ന് അറിഞ്ഞൂടാ, ക്ലാരിറ്റി കുറവാണോ എന്ന് അറിഞ്ഞൂടാ. വിരൽ വെച്ചെന്തോ കളയുന്ന പോലെ പറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഹെൽത്ത് ഫോസറ്റ് വെച്ച് ചിലർ ഈ എനിമ അടിക്കുന്ന പോലെ ഹെൽത്ത് ഫോസറ്റ് വെച്ച് വെള്ളം അകത്തടിക്കും, ചിലർ വിരൽ വെച്ച് മോഷൻ വലിച്ചെടുക്കാൻ ശ്രമിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ആ ഏനൽ കനാലിനെ ഡാമേജ് ചെയ്യും. ഒരു സമയത്ത് അതുകൊണ്ട് ശരിയാകും. പക്ഷെ ഇത് തുടരെ നമ്മൾ ചെയ്യുമ്പോഴേക്കും അവിടുത്തെ ഉള്ളിലത്തെ തൊലിയൊക്കെ ഡാമേജ്ഡ് ആകുമ്പോൾ അതിൽ വിള്ളലുകൾ വീണിട്ട് നമുക്ക് മുമ്പോട്ടുള്ള നമ്മുടെ മോഷൻ പോകുന്ന ഹാബിറ്റ് മാറി മാറി വരും, അസുഖം കൂടി വരും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് അവിടെ എല്ലാം സ്കാർ ഫോംഡ് ആയതുകൊണ്ടായിരിക്കും ഫുള്ളായിട്ട് മോഷൻ പോവാത്തത്. അതിന് നമ്മളൊരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെ അടുത്ത് പോയിട്ട് അകം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കണം. അവിടെ സ്കാറിങ് വന്ന് സ്ട്രിക്ചർ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. മോഷൻ ഇളകി പോകാനുള്ള മരുന്നുകൾ തുടരെ കഴിക്കണം. സ്ട്രിക്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡൈലേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ അസുഖം മാറിക്കിട്ടും. അപ്പോൾ ആ ടോയ്ലറ്റിലുള്ള ഹാബിറ്റ്സ്, ലൈക്ക് നമ്മൾ ടോയ്ലറ്റിൽ അധികം നേരം സ്പെൻഡ് ചെയ്യരുത്, അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പറോ മൊബൈലോ നോക്കരുത്, അതുപോലെ പുക വലിക്കരുത്. പിന്നെ തോന്നുന്ന സമയത്ത് മാത്രം പോവുക. പോയിട്ട് ഒരു 5 മിനിറ്റിനകം നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവണം. അതുപോലെ തോന്നിയില്ലെങ്കിൽ പോവാതെ നമ്മൾ അതിനുള്ള ചികിത്സാ രീതി എന്താണോ അത് നമ്മൾ അവലംബിച്ചിട്ട് അവിടെയുള്ള അസുഖങ്ങൾ മാറ്റിയെടുത്താൽ നിങ്ങൾ പറയുന്ന ഈ ബുദ്ധിമുട്ടുകൾ വളരെയധികം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഓപ്പൺ സർജറി, കീഹോൾ സർജറിയിൽ ഓപ്പൺ സർജറി എല്ലാവരും പേടിക്കുന്ന ഓപ്പൺ സർജറിയാണ്. കാരണം വേദന ഉണ്ടാവുമെന്ന് പറയും. കീഹോൾ സർജറിക്ക് വേദന ഉണ്ടാവത്തില്ല. അപ്പോൾ വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ അതിൻ്റെ തുടരെയുള്ള ശ്രദ്ധകൾ കുറച്ചുകൂടി കുറവായിരിക്കും. നമ്മൾ വിചാരിക്കും അവിടെ ഒന്നും ചെയ്തില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗാണ്, ഒരു ഓപ്പറേഷൻ അവിടെ ചെയ്തു എന്ന് തന്നെ നമുക്ക് തോന്നത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇരുന്ന് നമ്മൾ ഞെരങ്ങരുത്. കാരണം ആ ഭാഗത്തൊരു മുറിവുണ്ട് ഉള്ളിൽ, അത് വലിയ ഞെരങ്ങരുത്.
അതുപോലെ നമ്മൾ ബൈക്കിലൊക്കെ ട്രാവൽ ഒരു 10 ദിവസത്തേക്കൊന്നും ചെയ്യണ്ടെന്ന് പറയും. കാരണം നമ്മുടെ റോഡും അത്രയും നല്ലതാണ്. ഗട്ടറിൽ ചാടി ചാടി പോകുമ്പോൾ തന്നെ മിക്കവാറും എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധ വേണം. ജസ്റ്റ് ഒരു ദിവസം ആശുപത്രിയിൽ നിന്നാൽ തന്നെ കീഹോൾ സർജറി ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാവുന്നതാണ്. സർജറിക്ക് ശേഷം അടുത്ത ദിവസം വീട്ടിൽ പോകാവുന്നതാണ്. എന്നിട്ട് മരുന്നുകൾ, കുറച്ച് ആന്റിബയോട്ടിക്സ് ഒക്കെ ഒരു 5 ദിവസത്തേക്ക് ഉണ്ടാവും. വേദന സംഹാരികൾ ഒരു 5 ദിവസത്തേക്ക് ഉണ്ടാവും. മോഷൻ ലൂസാക്കുന്ന സിറപ്സ്, അവിടെ തേക്കാനുള്ള ഓയിൻമെന്റ്സ് നമുക്കൊരു 1.5 മാസത്തേക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യും. ഡോക്ടർ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് വേദനകളൊന്നും തോന്നുന്നില്ല, പെയിൻലെസ് ആയിട്ടുള്ള ഒരു സർജറിയാണ്, അസുഖവും മാറി, എന്നാൽ ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട എന്ന് കരുതി മുന്നോട്ട് പോകുക എന്ന് പറയുമ്പം ഡോക്ടർ തന്നെ മുന്നേ പറഞ്ഞ ഭക്ഷണ രീതി, ജീവിതശൈലിയും എല്ലാം ഇവിടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിലും കൂടെ എന്തെല്ലാം ശ്രദ്ധകളാണ് വരുന്നത്? നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതുണ്ടാകും. അതേപ്പറ്റി ഒന്ന് വിശദമാക്കാം. ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് പല്ലിന് കേട് വന്നതുമായിട്ടാണ്. പല്ല് കേട് വന്നു, അത് പല്ല് കളഞ്ഞു, അടുത്ത ദിവസം തൊട്ട് പല്ല് തേക്കരുത് എന്നൊരു മെസ്സേജ് അതിലില്ല. അതുപോലെ നമ്മൾ കീഹോൾ സർജറിയോ അല്ലെങ്കിൽ ലേസറോ ചെയ്തിട്ട് പൈൽസ് നീക്കം ചെയ്താൽ അടുത്ത ദിവസം തൊട്ട് എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ചിക്കന് പ്രത്യേകിച്ച് ഇഷ്യൂ ഇല്ല, അതിലിടുന്ന മസാലകൾക്ക് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ എരിവുള്ള അച്ചാറ് മുതലായ ഭക്ഷണം, അത് വെജിറ്റേറിയൻ ആണെങ്കിലും അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പച്ചക്കറി ധാരാളം കഴിക്കുക. ഞാൻ വെജിറ്റേറിയൻ ഡയറ്റ് എന്നൊരു വാക്ക് ഞാൻ പറയത്തില്ല. കാരണം ഇന്ന് ഞാൻ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഇഡ്ഡലിയും അച്ചാറുമായിരുന്നു. അത് നല്ലൊരു ഭക്ഷണമല്ല, അതിൽ പച്ചക്കറി ഇല്ല. അതുപോലെ അപ്പൊ പച്ചക്കറി ധാരാളം കഴിക്കുക. വേണമെങ്കിൽ ചിക്കൻ പുഴുങ്ങിയിട്ട് അതിന്റെ കൂടെ പച്ചക്കറി കഴിച്ചു, ഒരു കുഴപ്പമില്ല. എരിവ് പാടെ ഉപേക്ഷിക്കുക, നല്ല രീതിയിൽ എരിവ് കുറയ്ക്കുക, മസാലകൾ കുറയ്ക്കുക, വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ പറഞ്ഞ ഈ ഹാബിറ്റ് മോഡിഫിക്കേഷൻസും ആ ഭാഗത്ത് ക്ഷതം വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതും അതായിരിക്കും. പിന്നെ പൊണ്ണത്തടിയൊക്കെ ഒഴിവാക്കുന്നത്, ഇതെല്ലാം ഇൻ വൺ വേ നമുക്ക് വീണ്ടും ഈ അസുഖം വരുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ സഹായിക്കുന്നതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.